ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ 2-3 ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് കേട്ടോ, നമ്മുടെ മുറ്റത്തുള്ള ഈ ഒരു അക്വേറിയം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതൊരു വീഡിയോ ആയിട്ട് എടുക്കാം. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ മുറ്റത്തുള്ള ആ ഒരു ചെറിയ അക്വേറിയം. എൻ്റെ ഏട്ടനാണെങ്കിൽ കുറേ നാളിന് മുമ്പ് ഒരു പഴയ കേടായ ഒരു ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇങ്ങനെ അതൊരു അക്വേറിയം ആക്കി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫുള്ളായിട്ട് എടുത്ത് മാറ്റുന്നില്ല, മീനിനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പം കണ്ട കുഞ്ഞു മീനൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കുഞ്ഞു മീനുണ്ടായിരുന്നു. അപ്പോൾ വലുതൊക്കെ കുറേയൊക്കെ ചൂട് കാരണമൊക്കെ ചത്തുപോയി കേട്ടോ. ഇപ്പം കണ്ട ഇതുപോലുള്ള ഒരു 10 മീനോളെങ്കിലും ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിരിക്കുന്നതിൻ്റെ അടിഭാഗത്തായിട്ട് വെള്ളം വീണിട്ട് എലിയുണ്ടല്ലോ, വലിയ ആന പോലെയൊക്കെ ഇരിക്കുന്ന എലിയുണ്ടല്ലോ, വന്ന് ഫുള്ളാണെങ്കിൽ ഈ മണ്ണൊക്കെ തുറന്ന് അവിടെ ഒരു കുഴിയായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും പാമ്പോ ആണം കയറിയിരുന്നാൽ പോലും അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ചെറിയൊരു ഡിഷിനകത്തിലോട്ട് മീനെ ഒന്ന് മാറ്റും. അപ്പോൾ ഈ ഒരു ഡിഷിൽ കിടക്കാൻ പറ്റിയ മീൻ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇത് പണ്ട് ചേട്ടനാണെങ്കിൽ ഇവിടെ കൊണ്ടുവച്ചൊരു ഡിഷായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ നിന്നാണ് കേട്ടോ എടുത്ത് അതിലോട്ട് മറ്റേ വലിയ ആ ഒരു ഫ്രിഡ്ജിൻ്റെ അക്വേറിയത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫുൾ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതൊന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് വൃത്തിയൊക്കെ എടുത്തിട്ട് നമുക്ക് മീനെയൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം വീഡിയോ എടുത്ത് തരുന്ന നമ്മുടെ മാതാശ്രീയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ബക്കറ്റിലോട്ട് വെള്ളം പിടിച്ച് വെച്ചിട്ട് നമുക്ക് ആ മീനെ ഡയറക്റ്റ് ഇതിനകത്തോട്ട് മാറ്റിയിട്ട് ശേഷം നമ്മുടെ ആ ഒരു ഡിഷിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പം പഴയ ഒരു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞു മീനെയും എല്ലാം ഇതിനകത്തോട്ട് പിടിച്ച് മാറ്റുന്നത്. അപ്പോൾ അതേണ്ട കുഞ്ഞു മീനൊക്കെ നല്ലതായിട്ട് ഓടിക്കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൈ കൊണ്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈയുടെ വിരലിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ കയറിയിട്ട് അവർ അമുങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിന് പിടിക്കാനും പറ്റും. ഒരു തരത്തിൽ അവർക്കൊരു വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം കുഞ്ഞു വാവയല്ലേ, അപ്പോൾ അവർക്ക് നമ്മൾ കൈയൊക്കെ എടുക്കുമ്പോൾ വേദനയൊക്കെ എടുക്കത്തില്ലേ. അപ്പോൾ ഇത് അതുകൊണ്ടൊരു ഹെൽപ്പായി കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു വിളച്ചിലുള്ള ഒരാളുണ്ട്, വലിയൊരു മീനുണ്ട്. അപ്പോൾ അവനെ ആണെങ്കിൽ ഈ ഒരു ചെറിയ അരിപ്പ് കൊണ്ട് പിടിക്കാനേ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ മീനെ പിടിക്കുന്നൊരു സൂത്രം ഉണ്ടല്ലോ, കഴുത്തിൽ കൂടെ തോർത്തൊക്കെ കെട്ടിയിട്ട്, ഇവനാണ് കേട്ടോ. അപ്പം കഴുത്തിൽ കൂടെ തോർത്ത് കെട്ടിയിട്ട് ഞാൻ അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബക്കറ്റിലോട്ട് ഇട്ട് ഭയങ്കര പെടച്ചിലാണ് കേട്ടോ. അപ്പോൾ അമ്മ അറിഞ്ഞ് മിക്കവാറും നിൻ്റെ കയ്യിൽ നിന്ന് അവൻ ചാടിപ്പോൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ ഇത് തോട്ടി കിടക്കുന്ന മീനുണ്ടല്ലോ, പരലോ അങ്ങനെ എന്തോ ഒരു മീനുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ആ ഒരു മീൻ. അപ്പോൾ ഞാൻ അവരെല്ലാം പിടിച്ച് നമ്മുടെ ആ ഒരു ഡിഷിൽ വെള്ളം നിറച്ചിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വെള്ളം കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് നാളായി, ഒരു മാസമായി കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ മീനിൻ്റെ കൊടുക്കുന്ന ഫുഡും ആ ഒരു അഴുക്കും എല്ലാം കൂടെ അടിഞ്ഞാണ് ഇതിനകത്ത് കൂടുതൽ അഴുക്കായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ച് എന്തോ നമുക്കിതിനകത്തോട്ട് മാറ്റാം, അപ്പോൾ ആ ഒരു സ്പേസും കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ മാറ്റുന്നത്. കുഞ്ഞു പീക്കറികളൊക്കെ ആണെങ്കിൽ പുതിയ വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. അവർ ഭയങ്കര ഓടിക്കളിയാണ് കേട്ടോ. വലിയവനാണെങ്കിൽ ഇതുവരെ ഇവരെ ആരെയും കഴിച്ചിട്ടില്ല. അപ്പം നമ്മുടെ പരലായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചാട്ടക്കാരനായിരിക്കും. അത് അടങ്ങിക്കിടന്നാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ നമ്മുടെ ആ വലിയൊരു ടാങ്കിൽ കിടന്ന് കുറച്ച് സ്റ്റോണൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകി ആ ഒരു കൊച്ചു ടാങ്കില്ലേ ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത അക്വേറിയം അതിനകത്തോട്ടൊന്ന് മാറ്റിയിടാമെന്ന്. അങ്ങനെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സ്റ്റോൺ മാത്രം ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മതി, ഈ ഒരു ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് നമുക്ക് അധികം സ്റ്റോൺ വേണ്ടല്ലോ. അപ്പം കുറച്ച് സ്റ്റോൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം കുഞ്ഞു പീക്കറികളൊക്കെ സ്റ്റോൺ വീഴുമ്പോഴത്തേക്ക് ഒരു ഭാഗത്തോട്ട് ഓടുക കേട്ടോ. അവർ വിചാരിക്കുന്നത് അവർക്ക് എന്തോ നോവിക്കാൻ ചെല്ലുന്നത്. പക്ഷെ ഞാൻ അത്രത്തോളം കെയർ ചെയ്തിട്ടാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കാരണം അവരുടെ ദേഹത്ത് അങ്ങനെ വീണ് കഴിഞ്ഞാൽ വേദനിക്കത്തില്ലേ, അവർക്ക് ചത്തുപോകാനും ചിലപ്പം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേണ്ട ഞാൻ നമ്മുടെ അക്വേറിയം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.
ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. പിന്നെ പോകുമ്പോഴേ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ ബട്ടണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ.